ഹലോ എവരിവൺ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കുറച്ച് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പുറത്ത് പോകുന്നൊരു വ്ളോഗാണ് കേട്ടോ. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ഓട്ടോ കിട്ടി. സാധാരണ അങ്ങനെ കിട്ടാറില്ല, നമ്മൾ അവിടെ ബസ് സ്റ്റോപ്പ് വരെ നടന്നു പോകേണ്ട അവസ്ഥയാണ് വരുന്നത്. അപ്പോൾ ഇന്ന് ഓട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് നമ്മളങ്ങ് എത്തി. ഇന്നത്തെ കാര്യങ്ങളെല്ലാം സ്മൂത്തായിട്ട് നടന്നു പോയി. പക്ഷേ എല്ലാ നടന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം നടന്നിട്ടുമില്ല. അങ്ങനെ നമുക്ക് ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് കിട്ടി. ഹോസ്പിറ്റലിലാണ് ഫസ്റ്റ് നമ്മൾ വന്നത്. ഹോസ്പിറ്റലിൽ വന്ന് അമ്മക്ക് ഇതുപോലെ BP ഒക്കെ നോക്കാനുണ്ടായിരുന്നു. പിന്നെ എനിക്ക് പല്ലൊന്ന് ക്ലീൻ ചെയ്യണം, അപ്പോൾ അതിൻ്റെ കാര്യം ഒന്ന് കാണിക്കാനുണ്ടായിരുന്നു. അപ്പോൾ BP ചെക്ക് ചെയ്ത സ്ഥലത്ത് നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കുറേ പോസ്റ്റ് അടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ മഴ ആയതുകൊണ്ട് അവിടെ മൊത്തം ചെളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. പിന്നെ ഈ ഒരു സെക്ഷനിൽ വലിയ തിരക്കില്ലായിരുന്നു, കാരണം അവിടെ ബാക്കിയെല്ലാം അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. പണ്ട് ഫിസിഷ്യനൊക്കെ ഇവിടെ ആയിരുന്നു ഇരിക്കുന്നത്, ഇപ്പോൾ അവിടെ നിന്ന് മാറ്റി. അതുകൊണ്ട് BP ചെക്ക് ചെയ്യാൻ മാത്രം ഉള്ളതുകൊണ്ട് തിരക്ക് വളരെ കുറവാണ്. പിന്നെ നമ്മൾ ഫിസിഷ്യനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ നമ്മൾ മരുന്ന് വാങ്ങിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നേരത്തെ ടോക്കൺ കൊടുക്കുന്നുണ്ടായിരുന്നു, ഇപ്പോൾ ടോക്കണൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് മരുന്നൊക്കെ വാങ്ങിയിട്ടിങ്ങ് വന്നു. പിന്നെ നമ്മൾ നേരെ സൂപ്പർ മാർക്കറ്റിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ. അപ്പോൾ അവിടെ പോയപ്പോൾ കണ്ടാണ് ഞാൻ ആദ്യം വിചാരിച്ചത് എന്തു സംഭവം ലിപ്സ്റ്റിക്കാണോ, അങ്ങനെ കണ്ടപ്പോൾ റബ്ബറാണെന്ന് മനസ്സിലായി. നമ്മൾ കൊച്ചുകുട്ടികളുടെ ഇറേസറില്ലേ, അതായിരുന്നു. പിന്നെ അത് ഇങ്ങനെ സംഭവം കണ്ടിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ പണ്ട് വീട്ടിൽ വാങ്ങിക്കുന്ന ഒരു കേക്കാണ്, നോവൽ ഷേപ്പുള്ള കേക്ക്. പിന്നെ കുറേ ഡ്രൈഡ് ആയിട്ടുള്ള നട്ട്സും അതുപോലെ ഫ്രൂട്ട്സും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കാഷ്യൂനട്ടും കിസ്മിസും കാര്യങ്ങളൊക്കെ, പപ്പടവും എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പണ്ടത്തെ രീതിയിലുള്ള നമ്മുടെ കപ്പലണ്ടി മുട്ടായിയും ഗ്യാസ് മുട്ടായി അങ്ങനെയുള്ള മുട്ടായികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതുണ്ട് ഡ്രൈ ഫ്രൂട്ട്സിനൊക്കെ നല്ല റേറ്റാണ്. 1 കിലോ അല്ല 1/2 കിലോയ്ക്കൊക്കെ 1000 രൂപയൊക്കെയാണ്. മാംഗോ ഒക്കെ ഡ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലെ നട്ട്സും പിന്നെ നമ്മുടെ അധികമായിട്ട് കിട്ടാത്ത സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മഷ്റൂം, ഞാൻ അങ്ങനെ മഷ്റൂം കഴിച്ചിട്ടില്ല, അപ്പോൾ ഞാനിങ്ങനെ തൊട്ട് നോക്കിയപ്പോൾ നല്ല സോഫ്റ്റായിരുന്നു. അങ്ങനെ മഷ്റൂമൊക്കെ കണ്ട്. പിന്നെ നമ്മൾ പിന്നെ തക്കാളി സാധനങ്ങളൊക്കെ നോക്കുകയാണ്. അപ്പോൾ ഓരോന്നിനും ഓരോ റേറ്റാണ്. ലോക്കൽ തക്കാളിയുണ്ട്, പിന്നെ കുറച്ചും കൂടെ നല്ലതുമുണ്ട്. അപ്പം രണ്ടിനും റേറ്റ് 20 രൂപയുടെ ഒക്കെ വ്യത്യാസം വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ അതൊക്കെ നോക്കി. പിന്നെ പലരുടെ വീട്ടിലും ഉണ്ടായിട്ടും ആരും അങ്ങനെ മൈൻഡ് ചെയ്യാതെ പോകുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, പപ്പായ അങ്ങനെയൊക്കെ ഉള്ളത്. അതിൻ്റെയൊക്കെ റേറ്റ് കണ്ടിട്ട് ഞാൻ തന്നെ ഇങ്ങനെ ആലോചിക്കുക, എന്തൊക്കെ വെറുതെ ഇട്ടിട്ട് ആരും കഴിക്കുന്നില്ല. പക്ഷെ ഇതൊക്കെ കിട്ടാത്ത വീടുകളിലുള്ളവർ വന്ന് വാങ്ങുമല്ലോ, ഏത് റേറ്റിനാണെങ്കിലും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ ചോക്ലേറ്റ്സൊക്കെ നമ്മൾ ജസ്റ്റ് നോക്കുമല്ലോ ചോക്ലേറ്റൊക്കെ, അങ്ങനെ ആ ചോക്ലേറ്റൊക്കെ ഇങ്ങനെ അവരടുക്കി വെച്ചേക്കുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു, കിൻഡർ ജോയ്ക്ക്. പിന്നെ നമ്മൾ നേരെ പോയത് ഒരു ടെക്സ്റ്റൈലിലേക്കാണ്. അവിടെ നിന്ന് നമുക്കൊരു ലൈനിങ് എടുക്കാനുണ്ടായിരുന്നു, ഒരു ടോപ്പിനുള്ള ലൈനിങ് എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ നേരെ നമ്മൾ അങ്ങോട്ട് പോയി. അപ്പോൾ അത് ഈ കാണുന്ന സ്കൂളിൽ വെച്ചിട്ട് ഈ ക്രിസ്മസിനൊക്കെ ഓരോ പ്രോഗ്രാമൊക്കെ നടത്തും, വ്യാപാരമേളയൊക്കെ പോക്ക്. പിന്നെ ഞാൻ പോയ വഴിക്കൊരു കട കണ്ടപ്പോൾ അവിടെ ഓഫറൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് വായിച്ച് നോക്കുമായിരുന്നു. പിന്നെ നമ്മൾ കടയിൽ വന്നു, പിന്നെ ലൈനിങ് നോക്കുകയാണ്. അപ്പോൾ പല റേറ്റിലുള്ള ലൈനിങ് ഉണ്ട്. മീറ്ററിന് 20 രൂപ, 30 രൂപ, 40 രൂപ, അങ്ങനെ പല ക്വാളിറ്റി അനുസരിച്ചിട്ട് പല റേറ്റിനുള്ളതുകൊണ്ട് നമ്മൾ അത് വാങ്ങി. പിന്നെ ഒരു ബംഗാളി ചേട്ടൻ നിന്ന് കമ്മലൊക്കെ വിൽക്കുന്നുണ്ട്. പിന്നെ ഞാൻ വാങ്ങിയതൊന്നുമില്ല, നമ്മളിങ്ങനെ രസത്തിന് നോക്കിയിട്ട് പോകുമല്ലോ. പിന്നെ ബസ്സിൽ കയറി. അപ്പം നമുക്കിങ്ങനെ റെയറായിട്ടാണല്ലോ ബസ്സിൻ്റെ ഫ്രണ്ട് സീറ്റ് കിട്ടുന്നത്. അപ്പം മഴയൊക്കെ ആയതുകൊണ്ട് നല്ല രസമായിരുന്നു, പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു വണ്ടിയിൽ. അങ്ങനെ നമ്മൾ പാട്ടൊക്കെ കേട്ട് നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മൾ സ്റ്റോപ്പിലെത്തി. പിന്നെ നമുക്ക് കുറച്ച് നടക്കാനുണ്ട്, ഒരു 10-30 മിനിറ്റോളം നടക്കാനുണ്ട്. അപ്പം നമ്മൾ മഴയായതുകൊണ്ട് നടന്നു പോകാമെന്ന് വെച്ച്. അപ്പം പോയപ്പോൾ തന്നെ ഒരു പൂ ഇങ്ങനെ താന്ന് നിൽപ്പുണ്ട്, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഈ വീട്ടിൽ എപ്പോൾ പോയാലും ഇങ്ങനെ നോക്കും, അവരാ വെച്ചേക്കുന്ന ചെടികളൊക്കെ നല്ല രസമാണ് കാണാൻ. അതങ്ങനെ നോക്കുമായിരുന്നു. ഈ മഴയത്തായതുകൊണ്ട് ഇതൊക്കെ കാണാൻ നല്ല ഭംഗി, വെയിലാകുമ്പോൾ അത്ര രസമില്ല. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഈ വീട്ടിൽ റംബൂട്ടാൻ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത്. അപ്പം ഞാൻ അമ്മ അടുത്ത് ഇങ്ങനെ പറയുമായിരുന്നു, ഇവിടെയൊക്കെ റംബൂട്ടാൻ പൂത്ത് നമ്മുടെ വീട്ടിൽ ഇതുവരെയായിട്ട് വന്നില്ലല്ലോ എന്ന്. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഞങ്ങളുടെ വീട്ടിലും റംബൂട്ടാൻ്റെ പൂവൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ പോയ വഴിക്ക് നമുക്ക് ഡീസലും പെട്രോളോ എന്താണ്ടൊക്കെ വീണിട്ട് റോഡിൽ മൊത്തം ഇങ്ങനെ കളറൊക്കെ ആയിട്ട് കിടപ്പുണ്ടായിരുന്നു. പിന്നെ അത് ഈ ചെടി കണ്ടോ, ഞാൻ പണ്ടൊക്കെ ഇതുവഴി പോകുമ്പം അത് പിച്ചിക്കൊണ്ടൊക്കെ പോകുമായിരുന്നു. പിന്നെ ഇവിടെ ഒരു ചെറിയ ഫാക്ടറി വന്നിട്ടുണ്ടായിരുന്നു, നമ്മൾ ഈ ഡോറും അതുപോലുള്ള സംഭവങ്ങളൊക്കെ പണിയുന്ന ഒരു ഫാക്ടറി. പിന്നെ ഇത് നമ്മുടെ ബോഗൻവില്ല, ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണല്ലോ സംഭവം, ഫോട്ടോസൊക്കെ എല്ലാവരും എടുക്കാറുണ്ടല്ലോ. പിന്നെ പോയ വഴിക്ക് നമുക്ക് ചിക്കു കിട്ടിയിട്ടുണ്ടായിരുന്നു 3 എണ്ണം. അപ്പം അത് ഞാൻ എടുത്തപ്പോഴത്തേക്കിന് കൈ മൊത്തം കറയായി ഇതിൻ്റെ. ഞാനപ്പോൾ വട്ടയില പറിക്കുകയാണ്, റോഡിൻ്റെ സൈഡിൽ നിന്നിട്ട് കൈ മൊത്തം കറയായിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു കയ്യിൽ. അങ്ങനെ വട്ടയിലയൊക്കെ കഷ്ടപ്പെട്ട് പറിച്ച് കയ്യിലൊക്കെ തൂത്തിട്ടാണ് പോയത്. പിന്നെ വീട്ടിൽ പോയി
എണ്ണയൊക്കെ തൂത്ത് ക്ലീൻ ചെയ്തിട്ടാണ് ശരിക്കും പറഞ്ഞാൽ കയ്യിൽ നിന്ന് പോയത്. അതേപോലെ നല്ല കറയുണ്ടായിരുന്നു. പിന്നെ ദേ ഇത് കണ്ടോ, ഈ ഒരു വീട്ടിൽ ഈ ചെടി നമ്മുടെ ബോഗൻവില്ലയില്ലേ, എല്ലാവരും വന്ന് ഫോട്ടോസൊക്കെ എടുക്കുമായിരുന്നു. ഒരുപാടുണ്ടായിരുന്നു, നല്ല രസം, ഇങ്ങനെ പൂത്ത് നിൽക്കുമായിരുന്നു. ഇപ്പം മഴയായപ്പോഴത്തേനും എല്ലാം അതിൽ നിന്ന് അങ്ങ് പോയി. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക.